പ്രവാസ ജീവിതം ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകളും അവൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനും വേണ്ടിയുള്ള ജീവിതയാത്രയാണ്. സ്വപ്നം കണ്ട ജീവിതം തേടി എത്രയോ പേർ ഈ കടൽ കടന്ന് പോയിരിക്കുന്നു. സ്വപ്നം കണ്ടതിൻ്റെ 10 മടങ്ങ് തിരിച്ചു നൽകിയിട്ടുണ്ട് മരുഭൂമി. പക്ഷേ അതേ മരുഭൂമിയിൽ ജീവിതം എരിഞ്ഞിറങ്ങിയ ഒട്ടേറെ പേരുമുണ്ട്. ആടുജീവിതം എന്ന് പറയുന്ന 2 വാക്കുകൾക്കുള്ളിൽ വളരെയധികം വിഷമകരമായ ദുരിതപൂർണമായ ജീവിത അന്തരീക്ഷങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മണൽക്കോട്ടകളിൽ തടവിലായി പോയ ഒട്ടേറെ ആടുജീവിതങ്ങളുടെ രക്ഷകനായിരുന്നു ഈ മനുഷ്യൻ. എസ് അഹമ്മദ്. 3 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം. നജീബിനെ പോലെ ഒരുപാട് പേരുടെ കഥകളുണ്ട് അഹമ്മദിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ. അതിലൊരാളാണ് ആറ്റിങ്ങൽക്കാരൻ രവി. മസ്കറ്റിലെ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. നമുക്കറിയില്ലായിരുന്നു. 1.5 വർഷക്കാലം അദ്ദേഹം കാലാവസ്ഥ എന്തെന്നറിഞ്ഞില്ല. അറബി കൊടുക്കുന്ന വെറും ലെബനാൻ്റെ റൊട്ടിയും ഒരു മൺകൂജ പോലെ കയറുകൊണ്ട് വരിഞ്ഞ ഒരു കൂജയ്ക്കകത്തുള്ള വെള്ളവുമാണ്. അത് ആഴ്ചയും 1.5 ആഴ്ചയും 2 ആഴ്ചയും അതുകൊണ്ട് കഴിഞ്ഞു കൊള്ളണം. അങ്ങനെ ആ 1.5 വർഷക്കാലത്തെ ദുരിതപൂർവമായ ജീവിതത്തിന് ശേഷമാണ് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ആ ഓട്ടം എന്ന് പറയുന്നത് ഏകദേശം 1 ആഴ്ചയോളം നീണ്ടുന്നത്. അവിടെ കണ്ടുമുട്ടിയ 2 അഫ്ഗാനികളാണ് അയാൾ ആ നഗരത്തിലേക്ക് എത്തിക്കുന്നത്. രവി അന്ന് കാണുമ്പോൾ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. ഏകദേശം ഒരു 2 അടി എങ്കിലും നീളമുള്ള താടി, തലമുടിയാണെന്നുണ്ടെങ്കിൽ ചുമലിൽ നിന്നും താഴോട്ട് ഇറങ്ങി നിൽക്കുന്നു. മുടി വെട്ടിയിട്ടില്ല ആ 1.5 കൊല്ലം. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് അയാൾ ആ ശരീരം മുഴുക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. അയാൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ കിടത്തി ഞാൻ ചികിത്സിപ്പിച്ചു. സംരക്ഷിച്ച ഞാൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പെട്ടുപോയി. 3 ദിവസക്കാലം മസ്കറ്റിലെ റസ്താക്ക് ജയിലിൽ ഞാനും ഈ രവിയും ഒരു മുറിക്കകത്ത് ഒരു സെല്ലിൽ കിടക്കേണ്ടി വന്നു. തിരുവനന്തപുരം വള്ളക്കടവിലെ ഈ ഓഫീസിലുണ്ട് അഹമ്മദിക്ക. പ്രവാസി ബന്ധു. മണലാരണ്യത്തിലെ ചതിക്കുഴിയിൽപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രം. പ്രവാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആടുജീവിതം പോലെയുള്ള ചതിക്കുഴികൾ ഇപ്പോഴില്ല. എങ്കിലും വിദേശത്തേക്ക് പോകുന്നവരോട് അഹമ്മദിക്ക പറയും, സൂക്ഷിക്കണം. ആടിൻ്റെ ജീവിതം ഇനി ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യൻ പൗരനുണ്ടാവാൻ പാടില്ല. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.